അസ്സലാമലൈക്കും. ഞാൻ വന്നിരിക്കുന്നത് കായ ബജ്ജിയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് പറയാം. 3 കപ്പ് ഈ കപ്പിന് ആണ് കടലമാവ് എടുത്തു കേട്ടോ. 2 കപ്പ് മൈദമാവും 1 കപ്പ് അരിപ്പൊടി എടുത്തു കേട്ടോ. ഞാൻ കുറച്ച് തോന ഉണ്ടാക്കുകയാണ്. അതിന് കുറച്ച് മാവ് എടുത്തിട്ടേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. മാവ് തോന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് സാദാ മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കായപ്പൊടി ലേശം ഒരിത്തിരി. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ലേശം ചിക്കൻ മസാലയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും ഉപ്പും ഇട്ടിട്ട് ഞാൻ 2 മണിക്കൂർ മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ഒന്ന് പൊന്തി വരാൻ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് മസാല ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, ഈ സമൂസൻ്റെ. അപ്പോൾ അത് ഞാനൊരു 4-5 ബാക്കി ഉണ്ടായിരുന്നു തലേദിവസത്തെ. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ ആദ്യം. അപ്പോഴേക്കും അതൊന്ന് ആവട്ടെ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് കുറച്ച് മാവ് എടുത്തിട്ട് 2 കായേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ചെറുതാക്കി ചെത്തിയെടുത്താണ്. അപ്പോൾ അത് ഉണ്ടാക്കിയാണ് ഇപ്പോൾ കണ്ടോ. അപ്പം സോഡയൊന്നും ഇടാണ്ട് തന്നെ നല്ല പൊന്തി വന്നിരിക്കുന്നു. നല്ല അടിപൊളി പൊന്തി നല്ല സ്മൂത്തായ സാധനം കിട്ടിയിട്ടോ. അപ്പം നിങ്ങൾ ഇതേമാതിരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഒരു വട്ടയിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റായി നമ്മുടെ വീട്ടിൽ തന്നെ കായ ബജ്ജി ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ഞാൻ അങ്ങനെ അതുണ്ടാക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. മോനിക്ക് നല്ല ഇഷ്ടം കേട്ടോ കായ ബജ്ജി. എനിക്കൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ മാവിനൊന്ന് കൂട്ടി വെച്ചാൽ നല്ല പൊന്തി വരും മാവ്. അപ്പം അതിൽ മുക്കി പൊരിക്കുമ്പോൾ നല്ല ആണ് കണ്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ പോലെ തന്നെ അല്ലേ. കടയിലൊക്കെ നമ്മളിങ്ങനെ അപ്പസോഡ അതൊക്കെ ഇടുമല്ലോ. അതൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റായ കായ ബജ്ജി ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതൊക്കെ പൊരിച്ചെടുത്തിട്ടോ. കുറച്ചുണ്ടാക്കാൻ വേണ്ട 2 കായ എടുത്തത് ചെത്തി വെക്കുമ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ആ എണ്ണയിൽ തന്നെ പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്ക് പുറത്ത് ചായ വെച്ചു. ചായ ആയി. നോമ്പറക്കാനുള്ള തിരക്കിലാണ്. ഇന്ന് 12ാമത്തെ നോമ്പല്ലേ. അപ്പോൾ അതൊക്കെ ആയി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. കായ ബജ്ജി ഇതും പിന്നെ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും കേട്ടോ. എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ. മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. ജ്യൂസ് ഉണ്ട്, കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട്, പിന്നെ സർബത്തുണ്ട് കേട്ടോ.